ഹലോ ഗൈസ്, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയർലൻഡ് വേഴ്സസ് UK ഏതാണ് നഴ്സുമാർക്ക് ബെറ്റർ ഓപ്ഷൻ എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഈ ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, അയർലൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ഷെയർ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ റിക്വസ്റ്റ് പ്രകാരം വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടാറുണ്ട്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാണ്ട് ഉടനെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും അയർലൻഡിലും UK-യിലും ലൈഫ് സ്റ്റൈലും സാലറീസ്, വർക്കിംഗ് കണ്ടീഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യത്തെ കാര്യം, നമുക്ക് OET അല്ലെങ്കിൽ IELTS ക്ലിയർ ചെയ്യണം. അതായത് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആണ്. OET അല്ലെങ്കിൽ IELTS ക്ലിയർ ചെയ്താലായിരിക്കും നമുക്ക് അയർലൻഡിലാണ് UK-യിലാണ് പോകാൻ പറ്റുന്നത്. അയർലൻഡിലാണെങ്കിൽ നമുക്ക് എല്ലാ മൊഡ്യൂൾസും 6.5 ഈച്ച് വേണം. IELTS ആണെങ്കിൽ അതുപോലെ തന്നെ ഓവറോൾ 7 വേണം. OET ആണെങ്കിൽ എല്ലാ മൊഡ്യൂൾസിലും B വേണം. UK ആണെങ്കിലും സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. IELTS-നും OET-ക്കും റിക്വയർമെന്റ് സെയിം തന്നെയാണ്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ റിക്വയർ ആയിട്ടുള്ള കുറച്ച് എക്സാം ക്രൈറ്റീരിയകളുണ്ട്. IELTS-ഉം OET-യും കൂടാതെ UK-യിലാണെങ്കിൽ നമുക്ക് പോകാനായിട്ട് CBT അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അത് ക്ലിയർ ചെയ്യണം. പക്ഷേ അയർലൻഡിൽ ആ ഒരു എക്സാം ഇല്ല. CBT കൂടാണ്ട് UK-യിൽ OSCE എക്സാം വരുന്നുണ്ട്. അത് സ്റ്റേഷൻസ് ആയിട്ടാണ് വരുന്നത്. 10 സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. OSCE എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചർ ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്. അപ്പം അയർലൻഡിൽ അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അവിടെ 14 സ്റ്റേഷൻസ്, അയർലൻഡിൽ 14 സ്റ്റേഷൻസ് വരുന്നുണ്ട്. അവിടെ നമ്മുടെ ക്ലിനിക്കൽ സ്കിൽസും അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് ആസ്പെക്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ അസസ് ചെയ്യും. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അയർലൻഡിലാണെങ്കിൽ 14 സ്റ്റേഷൻസും അതിന് മുന്നേ ഒരു തിയറി ടെസ്റ്റും ഉണ്ട്. തിയറി ടെസ്റ്റ് പാസ്സായാലും മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അത് ഭയങ്കര സ്ട്രിക്ട്ലി വാല്യുവേഷൻ ആണ്. ഓരോ സിനാരിയോസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, ഓരോ സ്റ്റേഷൻസ് ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മുടെ അസസർ നമ്മുടെ പേഷ്യൻ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മൾ നേഴ്സായിട്ട് ബിഹേവ് ചെയ്തിട്ടായിരിക്കും ഓരോ സെഷനും കടന്നു പോകുന്നത്. കുറെ പേർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫെയിൽ ആവാറുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ മാത്രമേ കൃത്യമായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കൂടുതലായിട്ടും ആപ്റ്റിറ്റ്യൂഡിനേക്കാളും അയർലൻഡിൽ അഡാപ്റ്റേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് 6 വീക്സോളം അവർ അസസർ നമ്മുടെ കൂടെ വാർഡിൽ നിന്ന് അസസ് ചെയ്ത് നോക്കി ഓരോ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും അവർ നമുക്ക് പിൻ തരുന്നത്. ഇവിടെ ഒരു പിൻ ഉണ്ട്. ആ ഒരു പിൻ കിട്ടിയാൽ മാത്രം നമുക്ക് ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, ഡിമാൻഡ് ഫോർ നഴ്സസിനെ പറ്റിയിട്ട് പറയാം. ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയർലൻഡിലാണെങ്കിലും UK-യിലാണെങ്കിലും ഡിമാൻഡ് ഉണ്ട് നഴ്സുമാർക്ക്. പക്ഷെ റിക്രൂട്ട്മെന്റിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ UK-യിൽ കുറച്ചൊരു ഫാസ്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അയർലൻഡിൽ കുറച്ച് സ്ലോ പ്രോസസ്സിംഗ് ആയിരിക്കും. നമ്മുടെ ഡിമാൻഡ് ഹോസ്പിറ്റൽസിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അയർലൻഡിലാണെങ്കിലും UK-യിലാണെങ്കിലും കൂടുതലുണ്ട്. പക്ഷേ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണെങ്കിൽ അയർലൻഡിൽ സ്ലോയും UK-യിൽ ഫാസ്റ്റും ആയിരിക്കും. അങ്ങനെ നോക്കാനാണെങ്കിൽ UK ആയിരിക്കും കുറച്ചുകൂടെ ഫാസ്റ്റ് എൻട്രി കിട്ടുന്നത്. പക്ഷെ അയർലൻഡിൽ നമുക്ക് സ്ലോ ആയിട്ട് പ്രോസസ്സിംഗ് നടക്കത്തുള്ളൂ. അടുത്തായി സാലറി കമ്പാരിസൺ പറയാനാണെന്നുണ്ടെങ്കിൽ അയർലൻഡിൽ 55,000 പെർ ഇയർ നഴ്സുമാർക്ക് കിട്ടും. എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ട് അതുപോലെ തന്നെ പേ കൂടും. അതുപോലെ തന്നെ ഓവർ ടൈം പേയ്മെന്റും കൂടുതൽ കിട്ടുന്നത് അയർലൻഡിലായിരിക്കും. UK-യിൽ 28,000 42,000 പെർ ഇയർ ആണ് ആനുവൽ സാലറി വരുന്നത്. അതുപോലെ തന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ സാലറിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ തരുന്നത് അയർലൻഡ് ആയിരിക്കും. UK-യിൽ ഈ പറയുന്ന പോലെ ലണ്ടൻ അലവൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ കമ്പയർ ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സാലറി അയർലൻഡിലായിരിക്കും. കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അയർലൻഡ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. UK-യിൽ ലണ്ടനിൽ നല്ല എക്സ്പെൻസീവ് ആണെങ്കിൽ നമുക്ക് ലണ്ടനിലെ പുറത്തുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ് ഓഫ് ലിവിംഗ് കുറവാണ്. അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി എത്ര കിട്ടിയാലും കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെ കാര്യത്തിൽ അയർലൻഡ് ഭയങ്കര മുന്നിലാണ്. അതുപോലെ തന്നെ ഹൗസിംഗ് പ്രൈസിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അയർലൻഡിൽ റെന്റ് ഭയങ്കര കൂടുതലാണ്. റൂം ആണെങ്കിലും അപ്പാർട്ട്മെന്റ് ആണെങ്കിലും വീടാണെങ്കിലും ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ അക്കൗണ്ടിലും തന്നെ എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. UK-യിൽ ലണ്ടന്റെ പുറത്തുള്ള കുറച്ച് ഏരിയാസിലൊക്കെ കോസ്റ്റ് ഓഫ് ലിവിംഗ് കുറച്ച് കുറവായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ അയർലൻഡ് നല്ല എക്സ്പെൻസീവ് ആണ്. ഇനി വർക്കിംഗ് കണ്ടീഷൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ UK-യിലും അയർലൻഡിലും വർക്ക് ലോഡ് നല്ല കൂടുതലാണ്. അതിന് കുറവൊന്നുമില്ല. പക്ഷേ കമ്പയർ ചെയ്യുവാണെങ്കിൽ NHS-നേക്കാളും കുറച്ചും കൂടെ നല്ല വർക്കിംഗ് കണ്ടീഷൻസ് അയർലൻഡിലാണ് ഉള്ളതെന്നാണ് അറിഞ്ഞത്. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ പറയാനാണെന്നുണ്ടെങ്കിൽ അയർലൻഡിൽ നമുക്ക് UK-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ പേഷ്യന്റ് റേഷ്യോ കുറവാണ്. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ ഹോസ്പിറ്റൽസിന്റെയും കേസ് അല്ല ഞാൻ പറയുന്നത്. ചില ഹോസ്പിറ്റൽസിലൊക്കെ പേഷ്യന്റ് റേഷ്യോ കുറവായിരിക്കും. പക്ഷേ ഡബ്ലിൻ പോലുള്ള കൗണ്ടുകളിലുള്ള മെയിൻ ഹോസ്പിറ്റൽസിലൊക്കെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ കൂടുതൽ തന്നെയാണ്. പക്ഷെ അത് വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ UK-യിൽ കുറച്ചൊക്കെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ നോക്കുന്നുണ്ടെങ്കിൽ ഒരു നേഴ്സ് നോക്കേണ്ട പേഷ്യൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി അയർലൻഡ് വെച്ച് നോക്കുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. രണ്ടിടത്തും കൂടുതലായിരിക്കും. ചില ഹോസ്പിറ്റൽസിൽ മാത്രം അല്ലെങ്കിൽ ചില നഴ്സിംഗ് ഹോമിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ കുറവായിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ടും കണക്കാണ്. അയർലൻഡിലാണെങ്കിലും UK-യിലാണെങ്കിലും കൂടുതൽ തന്നെയാണ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ. പക്ഷെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ജനറലി പറയാനാണെന്നുണ്ടെങ്കിൽ ചിലയിടത്തൊക്കെ അയർലൻഡ് തന്നെയായിരിക്കും ബെറ്റർ.
ഇനി സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അയർലൻഡ് സിറ്റിസൺഷിപ്പ് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് നമ്മളിവിടെ വരുന്നത് വർക്ക് പെർമിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റിലാണ് നമ്മൾ അയർലൻഡിൽ നഴ്സുമാർ വരുന്നത്. അപ്പോൾ വരുന്നത് നമുക്ക് സ്റ്റാമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാമ്പ് 1 ആണ്. സോ അതിനുശേഷം 2 വർഷം കഴിയുമ്പോൾ നമ്മളുടെ സ്റ്റാമ്പ് 4 ആവും. സ്റ്റാമ്പ് 4 ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ PR-ന് ഇക്വലന്റ് ആണ്. നമ്മളിവിടെ വന്നിട്ട് 5 വർഷം കഴിയുമ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാനും പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ സെറ്റിൽഡ് ആവാൻ ഏറ്റവും നല്ലത് അയർലൻഡ് തന്നെയാണ് ലോങ് ടേമിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ. പക്ഷെ UK പറയുന്ന പോലെ 5 വർഷം എടുക്കും PR കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് 2 വർഷം കൊണ്ട് PR അവിടെ കിട്ടും. PR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ റെസിഡൻസ് പെർമിറ്റ് ആണ്. UK ടോട്ടൽ 6 വർഷം എടുക്കും സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ നമുക്ക് അവിടെ സെറ്റിൽഡ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അയർലൻഡ് തന്നെയായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഈ പറയുന്ന പോലെ അവിടെ എത്തിപ്പെടാൻ കുറച്ച് സ്ലോ പ്രോസസ്സിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഹൗസിംഗ് എക്സ്പെൻസസ് ഭയങ്കര കൂടുതലായിരിക്കും, കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുതലായിരിക്കും, റെന്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ചെറിയ രാജ്യമായതുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബാക്കി ജോബുകൾക്ക് നഴ്സുമാർക്കല്ലാണ്ട് ഇപ്പൊ ഹസ്ബൻഡ്സുമാരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും ഉള്ളത്. പക്ഷെ UK കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ UK മാസീവ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ എൻട്രൻസ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കമ്പാരിറ്റീവ്ലി പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ പറയുന്ന പോലെ സാലറി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കുറച്ചുകൂടെ അയർലൻഡ് ആണെങ്കിലും അതുപോലെ തന്നെ എക്സ്പെൻസ് നമുക്ക് അയർലൻഡിൽ പോകുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് UK ആയിട്ട് തോന്നും. അങ്ങനെ ടോട്ടലി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓപ്ഷനാണ് എവിടെ പോകണം എന്നുള്ളത്. രണ്ടും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി തന്നെയാണ്. പക്ഷേ അയർലൻഡിലെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയർലൻഡ് യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു കൺട്രിയാണ്. പക്ഷെ UK ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തായ കൺട്രിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഭാവിയിൽ UK അയർലൻഡിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ UK ബെറ്റർ ഓപ്ഷൻ അയർലൻഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഈ പ്രോസസ്സിന്റെ കാര്യവും അതുപോലെ തന്നെ നമുക്ക് ക്ഷമ നശിക്കും, ഒരുപാട് കാലം വെയിറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. സോ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടണം, അതുപോലെ തന്നെ പെട്ടെന്ന് സെറ്റിൽഡ് ആവണം എന്നൊക്കെയാണെങ്കിൽ UK പ്രിഫർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് ടേം സെറ്റിൽമെന്റും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ വേണമെന്നുണ്ടെങ്കിൽ അയർലൻഡ് ചൂസ് ചെയ്യാം. കാരണം അയർലൻഡ് കുറച്ച് ചെറിയ രാജ്യമാണ്, UK ഭയങ്കര മാസിവ് ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഇവിടെ കുറവായിരിക്കും, അവിടെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പിന്നെ ബാക്കി രാജ്യങ്ങളിൽ നിന്നുള്ള ഇടിച്ചുകയറ്റം കുറച്ചുകൂടെ കൂടുതൽ UK അയർലൻഡിൽ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ കുറച്ചുകൂടെ കുറവായിരിക്കും ഇവിടെ. അപ്പോൾ അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അയർലൻഡ് വേണം UK വേണം എന്നുള്ളത്. അപ്പൊ അത്ര ലെങ്ത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ എന്തായാലും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അനു സൈനിങ് ഓഫ്.